പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് മെഷീനകത്ത് കയറാൻ പേടിയാ സച്ചേട്ടാ. എന്താ അർച്ചന ഇത്? കൊച്ചുകുട്ടികളെ പോലെ. ഇത് വെറും സിമ്പിൾ കേസല്ലേ, ഇങ്ങനെ പേടിച്ചാലോ? ഡോക്ടർ, സച്ചേനെ കൂടി അകത്ത് കയറ്റാൻ പറ്റുമോ? അയ്യോ, അതൊന്നും പറ്റില്ല. അതിനകത്ത് പേഷ്യന്റ് അല്ലാതെ മറ്റാരും പറ്റില്ല. അർച്ചന പേടിക്കണ്ട. സ്കാനിംഗ് റൂമിന് പുറത്ത് ഞാനുണ്ടാവും. ധൈര്യമായിട്ടിരിക്കും. സച്ചേട്ടാ, പേടിക്കാതിരിക്ക. ഇവിടുന്ന് എങ്ങോട്ടും പോവല്ലേ? ഇല്ല, ഞാൻ എങ്ങോട്ടും പോവില്ല. ഞാൻ ധൈര്യമായിട്ട് ചെല്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ വേറെ ആളുണ്ടായിരുന്നല്ലോ, അയാൾ എങ്ങോട്ട് പോയി? ഞാൻ കണ്ടില്ല ഡോക്ടർ. അയാൾ അകത്ത് കിടക്കുന്ന ലക്ഷ്മി എന്ന പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറാ. വന്നാലൊന്ന് അത്യാവശ്യമായിട്ട് അകത്തേക്ക് വരാൻ പറയണം. ശരി ഡോക്ടർ. വാടാ. അമ്മേ, എന്താ മോനെ, എന്ത് പറ്റി? എന്തിനാ സ്കാൻ ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റിച്ചിന്റെ ഭാഗത്ത് ചെറിയൊരു പെയിനുണ്ട്. അതെന്താണെന്നറിയാൻ ഒന്ന് സ്കാൻ ചെയ്യണം, അത്രേ ഉള്ളൂ. റൂമിൽ വന്നപ്പോൾ അവിടെ ആരുമില്ല. ഞങ്ങൾ ആകെ പേടിച്ചു പോയി. പിന്നീട് സിസ്റ്ററാ പറഞ്ഞ സ്കാനിങ്ങിന് കൊണ്ടുപോയി. ഹലോ, നിങ്ങളിത് എവിടെയാ? എത്ര നേരമായിട്ട് നിങ്ങളെ ഞാൻ അന്വേഷിക്കുന്നു. ഇവിടെ ഉണ്ടാവണം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലേ? ഡോക്ടർ, ഞാൻ ഒരു അത്യാവശ്യത്തിന്. എന്ത് അത്യാവശ്യം? നിങ്ങൾ രോഗിയുടെ ബൈസ്റ്റാൻഡറല്ലേ? ആ പേഷ്യന്റിനേക്കാൾ എന്ത് വലിയ അത്യാവശ്യമാണ് നിങ്ങൾക്കുള്ളത്?